ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പം നമുക്ക് കഥയിലേക്ക് കടക്കാം. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഹിറ്റ്ലർ ഭാഗം 3. രചന ഫൗസിയ നൗഷാദ്. രാത്രി അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞവൾ കിടക്കാൻ വേണ്ടി മുറിയിലേക്ക് പോകുമ്പോഴാണ് സിദ്ധാർത്ഥ് അവളുടെ മുന്നിലേക്ക് വന്നത്. അവൻ്റെ ഗൗരവത്തോടെയുള്ള നോട്ടം കണ്ടതും അവളുടെ ഉള്ളൊന്ന് കാളി. നീ കഴിച്ചോ? പണി അധികമാണോ? നിനക്ക് ഇവിടേക്ക് വരണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം. ലക്ഷ്മിയമ്മ ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. അവരെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇവിടെ നിൽക്കണമെങ്കിൽ വൃത്തിയുടെ കാര്യം നിർബന്ധമാണ്. നിനക്കിനി പറ്റില്ല എന്ന് തോന്നിയാ പറഞ്ഞാ മതി, ഞാൻ വേറെ എവിടെയെങ്കിലും കൊണ്ടാക്കാം. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം, വേദിക പറഞ്ഞു. എന്നാൽ കിടന്നോളൂ, ഗുഡ് നൈറ്റ്. അവൻ തിരികെ പോയപ്പോഴാണ് അവളുടെ ശ്വാസം ഒന്ന് നേരെ വീണത് തന്നെ. മുറിയിലിരുന്ന് റിപ്പോർട്ട് തയ്യാറാക്കുകയായിരുന്നു സിദ്ധാർത്ഥ്. ഇന്ന് ഒരുപാട് ഹോട്ടലുകളിൽ പരിശോധന നടത്തിയിരിക്കുന്നു. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ സാധാരണ വേഷത്തിലാണ് അവൻ പോകുന്നത്. എന്നിട്ട് വീക്ഷിക്കും. അങ്ങനെ എത്രയോ ഹോട്ടലുകൾ പൂട്ടിയിരിക്കുന്നു. അങ്ങനെയാണ് ഇന്ന് ഹോട്ടലിൽ എത്തിയത്. അപ്രതീക്ഷിതമായിട്ടാണ് അവളെ കാണുന്നത്. കണ്ടപ്പോൾ ഒരു പാവമായിട്ട് തോന്നി. ആഹാരം കഴിച്ചിട്ട് പണം കൊടുക്കാനില്ലെന്ന് പറയുന്നത് എത്ര കഷ്ടമാണ്. മനസ്സാക്ഷിയുടെ പേരിലാണ് അവൻ സഹായിച്ചത്. ഹലോ സിദ്ധു. ദിവ്യ മുറിയിലേക്ക് വന്നത് കണ്ട് അവന് വല്ലാത്ത ദേഷ്യം തോന്നി. സിദ്ധുവിൻ്റെ മുറപ്പെണ്ണാണ് അവൾ. കൂടാതെ എല്ലാവരും കൂടി അവളെയാണ് സിദ്ധുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സിദ്ധു താല്പര്യമില്ല എന്ന് അറിയിച്ചിരിക്കുന്നത് കൊണ്ട് അതങ്ങനെ നീണ്ടുപോകുന്നു എന്ന് മാത്രം. നിന്നോട് എത്ര വട്ടം പറഞ്ഞിരിക്കുന്നു ഡോറ് നോക്ക് ചെയ്യാതെ അകത്തേക്ക് വരരുത് എന്ന്. എനിക്കിഷ്ടമല്ല എൻ്റെ മുറിയിൽ ആരും കയറുന്നത്. നമ്മുടെ ഇടയ്ക്ക് അതൊക്കെ എന്തിനാ സിദ്ധു? ഇന്നല്ലെങ്കിൽ നാളെ മുറി എനിക്ക് കൂടി സ്വന്തമാകും. കൂടാതെ ഈ സിദ്ധുവും. ദേ ദിവി, 100 വട്ടം ഞാൻ പറഞ്ഞു എനിക്ക് ഈ ബന്ധത്തോട് താല്പര്യമില്ല എന്ന്. നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത്? അവന് ദേഷ്യം വന്നു. എന്നെ നിരസിക്കാൻ മാത്രം എന്ത് കുറവാ സിദ്ധു എനിക്കുള്ളത്? അതുകൂടി നീ പറയൂ. എനിക്ക് നിന്നെ ഭാര്യയായിട്ട് കാണാൻ പറ്റില്ല, അത്ര തന്നെ. ഞാൻ പിടിച്ചിറക്കണോ അതോ നീയായിട്ട് ഇറങ്ങി പോകുന്നുണ്ടോ? ഞാൻ പൊക്കോളാം എന്ന് വെച്ച് എപ്പോഴും നീ ഇത് പ്രതീക്ഷിക്കേണ്ട സിദ്ധു. അത് പറഞ്ഞ് ദിവ്യ വാതിൽ വലിച്ചടച്ച് ദേഷ്യത്തോടെ മുറിയിലേക്ക് പോയി. ആകെ മൂട് പോയ സിദ്ധു എഴുത്തു മതിയാക്കി മുത്തശ്ശിയുടെ മുറിയിലേക്ക് വന്നു. സിദ്ധു. അവൻ ലൈറ്റ് ഇടാതെ തന്നെ മുത്തശ്ശി അവൻ്റെ പേര് വിളിച്ചു. ആഹാ, എന്നെ കാണാതെ തന്നെ ഞാനാണെന്ന് മുത്തശ്ശിക്ക് മനസ്സിലായോ? ഈ മുറിയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് നീയാ സിദ്ധു. നീ വരുമ്പോൾ തന്നെ എനിക്ക് അറിയാൻ പറ്റും. ആണോ? അവൻ അവരുടെ അടുത്തു വന്നിരുന്നു. അവർ മെല്ലെ അവൻ്റെ സഹായത്തോടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. സിദ്ധു മോനെ, ദിവ്യമോൾ എത്ര കാലാ നിന്നെ കാത്തിരിക്കുന്നു. നിനക്ക് അവളെ കെട്ടിക്കൂടേടാ. നിന്റെ വിവാഹം കണ്ടിട്ട് വേണം മുത്തശ്ശിക്കൊന്ന് കണ്ണടയ്ക്കാൻ. എൻ്റെ മുത്തശ്ശിക്ക് കണ്ണടയ്ക്കാനുള്ള സമയമായില്ല കേട്ടോ. എൻ്റെ മക്കളുടെ മക്കളായാലും എൻ്റെ മുത്തശ്ശി ഉണ്ടാവും. അതൊക്കെ പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറേണ്ട സിദ്ധുമോനെ. ഈ തറവാട്ടിൽ ഏറ്റവും മൂത്തത് നീയാ. നിന്റെ വിവാഹം കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവരുടേതുണ്ടാവും. ഇനിയും അത് വെച്ച് താമസിപ്പിക്കേണ്ടെന്നേ മുത്തശ്ശിക്ക് പറയാനുള്ളൂ. മുത്തശ്ശിക്ക് അറിയാലോ, ദിവ്യയെ കെട്ടാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അവൾ കുറെ മോഹിച്ചതല്ലേടാ മോനെ നിന്നെ. ഇനി അവളെ കെട്ടാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട, വേറെ ഏതെങ്കിലും കുട്ടിയെ കണ്ടുപിടിക്കുക. ആരായാലും മുത്തശ്ശിക്ക് സന്തോഷമേ ഉള്ളൂ. സമയമുണ്ടല്ലോ മുത്തശ്ശി, നമുക്ക് നോക്കാം. അവരുടെ കൈ കവർന്നുകൊണ്ട് അവൻ പറഞ്ഞു. അഞ്ജലി പറയണത് കേട്ടോ, ഏതോ പുതിയ കുട്ടി ജോലിക്ക് വന്നിട്ടുണ്ടെന്ന്. അവളെ ഞാൻ കണ്ടില്ലല്ലോ. നാളെ കാണാം മുത്തശ്ശി, അവൾ ഉറങ്ങിയിട്ടുണ്ടാവും. കുറച്ചു സമയം അവൻ അവരുടെ ഒപ്പം ഇരുന്ന ശേഷം മുറിയിലേക്ക് മടങ്ങി. ഹേയ് വേദിക. രാവിലത്തെ പ്രാതൽ തയ്യാറാക്കുമ്പോൾ ആണ് പിന്നിൽ നിന്നൊരു വിളി. അവൾ തിരിഞ്ഞു നോക്കി. ഒഫീഷ്യൽ വേഷത്തിൽ ഒരു വെളുത്തു മെലിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ. ഇതാരാപ്പ? അവൾ അവനെ സംശയത്തോടെ നോക്കി. നൈസ് ടു മീറ്റ് യു, ഞാൻ ആയുഷ്. അവൾ ആ പേര് ലക്ഷ്മിയമ്മ പറഞ്ഞതിൽ നിന്ന് ഓർത്തെടുത്തു. രഘുസാറിൻ്റെ മകൻ ആയുഷ്. അവൾ എളിമയോടെ കൈകൂപ്പി. അയ്യേ, എന്താ ഇത്? ഇതൊന്നും വേണ്ട. ഒരു ഹായ് ബൈ ബന്ധം, അതല്ലേ നല്ലത്. അവൻ അവൾക്ക് നേരെ കൈ നീട്ടി. അവൾ കൊടുക്കണോ വേണ്ടയോ എന്നറിയാതെ സംശയിച്ചു നിന്നു. എന്താ അച്ചു, നിനക്ക് ഓഫീസിൽ പോകാൻ സമയമായില്ലേ? പ്രതീക്ഷിക്കാതെ പിന്നിൽ നിന്ന് ശബ്ദം കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി. ബ്ലൂ ഷർട്ടും ജീൻസും ഇൻ ചെയ്ത് സുന്ദരനായി സിദ്ധാർത്ഥ്. ആ ഏട്ടാ, പോവാണ്, സമയമായി. നിനക്ക് ഇവിടെ എന്താ കാര്യം? അല്ല, ഞാൻ ഫുഡ് റെഡിയായോ എന്നറിയാൻ. അതിന് കിച്ചണിൽ വരണമെന്നുണ്ടോ? ഫുഡ് ടേബിളിൽ കൊണ്ടുവയ്ക്കുമല്ലോ, ചെല്ല്. അവൻ്റെ ആജ്ഞയിൽ ആയുഷ് ഹാളിലേക്ക് മടങ്ങിപ്പോയി. അതെ വേദിക, ഇതേപോലെ ഒരുപാട് പേര് ഇവിടെ നിന്നോട് മിണ്ടാൻ വന്നെന്നിരിക്കും. ആവശ്യം എന്താണെന്ന് തിരക്കിയാൽ മതി. അതിൽ കൂടുതലൊന്നും സംസാരിക്കണമെന്നില്ല. മനസ്സിലായോ നിനക്ക്? അവൾ തലയാട്ടി. പിന്നെ നീ എൻ്റെ കൂടെ വാ. എവിടേക്ക്? ചോദ്യം വേണ്ട. അവൾ വാ അടച്ച് അവൻ്റെ പിന്നാലെ നടന്നു. ശരിക്കും ഹിറ്റ്ലർ തന്നെയാണല്ലോ ഈ മനുഷ്യൻ. ഒന്ന് ചിരിച്ചാലെന്താ? ഇപ്പോൾ പിടിച്ചു തിന്നുവല്ലോ. ഇനി എന്തിനാണാവോ കൊണ്ടുപോകുന്നത്? അവൾ മനസ്സിൽ പിറുപിറുത്തുകൊണ്ട് നടന്നു. അവൻ താഴെയുള്ള ഒരു മുറിയിലേക്ക് കടന്നു. അവിടെ കട്ടിലിൽ വയസ്സായ ഐശ്വര്യമുള്ള ഒരു മുത്തശ്ശി ഇരിപ്പുണ്ട്.
അവൾ അവരെ നോക്കി വിനയത്തോടെ പുഞ്ചിരിച്ചു. അവരും തിരികെ അവൾക്കായി ഒരു പുഞ്ചിരി സമ്മാനിച്ചു. മുത്തശ്ശി, ഇന്നലെ പറഞ്ഞില്ലേ ഇവളെ കാണണമെന്ന്? ഇവളാണ് പുതിയ അടുക്കളക്കാരി പെണ്ണ്. വാ മോളെ, ഇവിടെ ഇരിക്ക്. അവർ അവളെ തൻ്റെ സമീപം ഇരുത്തി. എന്താ മോളുടെ പേര്? വേദിക. നല്ല പേര്. കുട്ടി എവിടെ നിന്നാ വരുന്നേ? ഇവിടെ അടുത്തുനിന്ന് തന്നെയാ മുത്തശ്ശി. സിദ്ധുവിൻ്റെ മറുപടി കേട്ട് അവർ അവനെ നോക്കി. അവൾ പറഞ്ഞോളും, നീ മിണ്ടാതിരിക്കടാ. വീട്ടിൽ ആരൊക്കെയുണ്ട് കുട്ടി? അങ്ങനെ സ്വന്തമെന്ന് പറയാൻ ആരുമില്ല. വകയിലെ ഒരു അകന്ന ബന്ധുവിൻ്റെ കൂടെയാ താമസം. അവൾ എല്ലാവരോടും പറഞ്ഞത് തന്നെ അവരോടും പറഞ്ഞു. കൊള്ളാം, ഐശ്വര്യമുള്ള കുട്ടി. എന്തുവരെ പഠിച്ചു? ഡിഗ്രി. എന്നിട്ടാണോ മോളെ ഈ വീട്ടുപണിക്ക് വന്നത്? വേറെ എത്രയോ നല്ല ജോലി കിട്ടിയേനെ. നിനക്കിത് വേണമായിരുന്നോ സിദ്ധു? സിദ്ധാർത്ഥിനെ നോക്കി അവർ ചോദിച്ചു. അവളാണ് ജോലി വേണമെന്ന് പറഞ്ഞത്. വീട്ടുജോലി ആയാലും മതിയെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോകുന്നതാ. ഇനിയിപ്പോൾ ഇവിടെ തന്നെ നിന്നോട്ടെ, അവൻ പറഞ്ഞു. മോളധികം കഷ്ടപ്പെടുകയൊന്നും വേണ്ട. ലക്ഷ്മി ഉണ്ടല്ലോ കൂടെ, അവൾ ചെയ്തോളും. ചെറിയ സഹായങ്ങൾ ചെയ്താൽ മതി. എന്നാൽ നിങ്ങൾ സംസാരിക്ക്, ഞാൻ ഇറങ്ങട്ടെ, സമയമായി. അവൻ അവിടെ നിന്ന് മടങ്ങി. മോളെ, നിന്റെ അച്ഛനും അമ്മയും ഒക്കെ എവിടെ? എനിക്കറിയില്ല മുത്തശ്ശി. ആരാണ് അവരെന്ന് പോലും എനിക്കറിയില്ല. ഇത്രയും സുന്ദരിയായൊരു മോളെ ഉപേക്ഷിച്ച് പോവാൻ അവർക്കൊക്കെ എങ്ങനെ മനസ്സ് വന്നു? ശിവ ശിവ, മോളെ വിഷമിക്കണ്ട, മുത്തശ്ശി ഉണ്ടാവും. ഒറ്റയ്ക്കിരുന്ന് മടുത്തു. മോളെ കണ്ടപ്പോൾ ഒരാശ്വാസം. അവൾ വേഗം തന്നെ മുത്തശ്ശിയുമായി അടുത്തു. ഒരുപാട് കാര്യങ്ങൾ അവർ പരസ്പരം സംസാരിച്ചു. ആരുമില്ല എന്ന തോന്നലൊക്കെ മാറി. മുത്തശ്ശി അവളുടെ ആരോ ആയി മാറിയിരുന്നു. ഉച്ചയ്ക്ക് എല്ലാവരുടെയും ഊണ് കഴിഞ്ഞ പാത്രം കഴുകി വെച്ച ശേഷം വിശ്രമിക്കുകയായിരുന്നു വേദിക. ഒരു പെൺപട തന്നെ അവിടേക്ക് വന്നു. ആഹാ, ജോലിയൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കാൻ തുടങ്ങിയോ? കുറേ ദിവസമായെന്ന് കാണണമെന്ന് വിചാരിക്കുന്നു, അല്ലേടി അനു? ദിവ്യ ചോദിച്ചു. ആ അതെ, പൊതുവെ അവന്മാർക്ക്, അതായത് നമ്മുടെ ചേട്ടന്മാർക്കൊക്കെ ഇപ്പോൾ ഇവളെക്കുറിച്ച് സംസാരിക്കാനേ സമയമുള്ളൂ, അനിക പറഞ്ഞു. വേദിക അതൊക്കെ കേട്ട് മിണ്ടാതെ നിന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഈ അടുക്കളയും നിന്റെ മുറിയും, അത് വിട്ട് ഈ വീട്ടിലെ എവിടേക്കും നീ പോകണമെന്നില്ല. ഇവിടെ ഒതുങ്ങിക്കൂടിയാൽ മതി, കേട്ടോടി? എന്താ മക്കളെ ഇത്? ഈ പാവത്തെ എന്തിനാ വെറുതെ കുത്തി നോവിക്കുന്നേ? അവൾ നിങ്ങളുടെ ആരുടെ അടുത്ത് വന്നില്ലല്ലോ. അവൾ അവളുടെ കാര്യം നോക്കി ജീവിക്കുന്നു. നിങ്ങളായിട്ട് എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? ലക്ഷ്മി ചോദിച്ചു. വന്നതിന് മുന്നേ ഇവള് നിങ്ങളെയും കയ്യിലെടുത്തോ? ഇത്ര നാളിവിടെ പണിക്ക് വന്നതൊക്കെ വിവാഹം കഴിഞ്ഞവരും മുതിർന്ന സ്ത്രീകളും ഒക്കെയാ. സിദ്ധുവിന് ഇവളെ എവിടെ നിന്ന് കിട്ടിയോ ആവോ? ദിവ്യയ്ക്ക് അവളോട് അസൂയ തോന്നി. അല്ലെങ്കിലും തന്നേക്കാൾ ഭംഗിയുള്ള ആരെങ്കിലും കണ്ട അവക്ക് ഈ സ്വഭാവം ഉള്ളതാണ് താനും. സിദ്ധു സാറായിട്ട് കൊണ്ടുവന്നതാ, നിങ്ങളായിട്ട് ഇറക്കാൻ നിൽക്കണ്ട, ലക്ഷ്മി ഒരു താക്കീത് പോലെ പറഞ്ഞു. വിളച്ചിലെടുക്കാൻ നിന്നാ നിനക്കിവിടെ നിൽക്കാം, അത് പറഞ്ഞവർ കടന്നുപോയി. അവളൊന്നും മനസ്സിലാവാതെ ഇരുന്നു. ഇതൊന്നും കാര്യമാക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിനും ഒരു എല്ല് കൂടുതലാ. പണത്തിൻ്റെതാ, അവിടെ കിടന്ന് പറയട്ടെ എന്ന് വെക്കണം, മൈൻഡ് ചെയ്യണ്ട. ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല ലക്ഷ്മി അമ്മേ. അവരെന്നെ എന്തോ പറഞ്ഞോട്ടെ, അതൊന്നും എന്നെ ബാധിക്കില്ല. നീ ആ പെണ്ണിനെ കണ്ടില്ലേ? നിന്നോട് കയർത്ത് സംസാരിച്ച ആ പെണ്ണ്, അവളാണ് ദിവ്യ, സിദ്ധു സാറിൻ്റെ മുറപ്പെണ്ണ് അവള്. എല്ലാവരും സിദ്ധു സാറിൻ്റെ അവളുടെ വിവാഹം നടത്താൻ നോക്കിയിരിക്കുകയാണ്. സാറ് പിടികൊടുക്കണ്ടേ? അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, വേദിക മനസ്സിൽ കരുതി. അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞാണ് രവി സിദ്ധുവിനെ മുറിയിലേക്ക് വിളിപ്പിച്ചത്. എന്താ അച്ഛാ, എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? ആ സിദ്ധു, മുത്തശ്ശിക്ക് തീരെ വയ്യെന്ന് നിനക്കറിയാലോ. നീ ഞങ്ങളെ എല്ലാവരെക്കാളും സ്നേഹിക്കുന്നത് മുത്തശ്ശിയാണെന്നും അറിയാം. അതുകൊണ്ട് പറയുക, കുറേ ദിവസമായി അമ്മ എന്നോട് പറയുന്നു നിന്റെ വിവാഹക്കാര്യം. അത് നമുക്ക് നടത്തണം മോനെ. അമ്മയുടെ വലിയൊരു ആഗ്രഹമാണത്. സിദ്ധു ഒന്നും മിണ്ടിയില്ല. ദിവ്യമോക്ക് എന്താടാ ഒരു കുറവ്? അവൾ നമ്മുടെ വീട്ടിൽ വളർന്ന കുട്ടിയാ, നമുക്കറിയുന്ന കുട്ടിയാ. അവക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാ. നമുക്ക് ഈ വിവാഹം അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നടത്തണം. പറ്റില്ല അച്ഛാ, വിവാഹം കഴിക്കാം, അതൊരിക്കലും ദിവ്യ ആവില്ല. പിന്നെ എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ്. ആരെ? വേദികയെ. ആ വേലക്കാരി പെണ്ണിനെയോ? അയാൾ ഞെട്ടലോടെ ചോദിച്ചു. തുടരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നന്ദി.